അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നത് കാണാം. വഖാല യാ ബനിയ്യ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലു മിൻ അബ്വാബിൻ മുതഫർരിഖ. നിങ്ങൾ മിസ്രിലേക്ക് പോകുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു വഴിയിലൂടെ നിങ്ങൾ പോകരുത്, വ്യത്യസ്തമായ വഴിയിലൂടെ നിങ്ങൾ പോകണം. കാരണം അല്ലാ യുസീബക്കുമുൽ ഐന, കണ്ണേറ് മറ്റുള്ളവരുടെ കണ്ണേറ് നിങ്ങൾക്ക് തട്ടാതിരിക്കാൻ വേണ്ടി. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കൾ അന്ന് ഏറ്റവും പ്രശസ്തരും നല്ല ശക്തിയുള്ളവരും കാണാൻ ഭംഗിയുള്ളവരുമായിരുന്നു. അവരൊന്നിച്ചു പോകുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ഒരു പക്ഷേ കണ്ണേറ് തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളോട് പറയുന്നതായി പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, കണ്ണേറെന്ന് പറയുന്നത് അത് വലിയ ഒരു മുസീബത്താണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. കണ്ണേറ് എന്ന് പറയുന്നത് അത് വിഷം പോലെയാണ്, അത് മൂർച്ചയുള്ള വാള് പോലെയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചതായി കാണാം. കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് പ്രാർത്ഥനകളും ദുആകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിൽ നിന്നൊക്കെ ഏറ്റവും ഫലം കിട്ടുന്നത് മുഅവ്വിദത്തൈനി, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഈ രണ്ട് സൂറത്തുകൾ ഓതി മന്ത്രിച്ചാൽ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചതായി കാണാൻ കഴിയും. അപ്പോൾ കണ്ണേറെന്ന് പറയുന്നത് സത്യമാണ്. കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഇത് ഓതുകയാണ്, ഇത് പതിവാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഷർറിൽ നിന്നും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.